നമസ്കാരം, ഞാൻ നന്ദു. ഒരു 5-6 വർഷത്തിന് മുമ്പ് പൃഥ്വിരാജ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോണു എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം രാജുവിന് സിനിമയിൽ വരുന്നതിന് മുമ്പ് തൊട്ടേ രാജുവിൻ്റെ ഒരു ആഗ്രഹം ഒരു ഡയറക്ടർ ആവണമെന്നായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു വലിയ നടനായി മാറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ ഒരു സിനിമ വരുമ്പോൾ അതിനകത്തൊരു വേഷം ചെയ്യണമെന്നൊരു ആഗ്രഹം. ഞാൻ രാജുവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് അതിനകത്ത് ചെറിയൊരു വേഷം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ രാജു പറഞ്ഞു, ചേട്ടന് പറ്റിയ വേഷമൊന്നും ഇല്ല ഏട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ ലെങ്തി വേഷമൊന്നും അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് നടന്നു പോകാൻ പറ്റുന്ന വെറുതെ നടന്നു പോയാലും ഞാൻ ഹാപ്പിയാണ്. കാര്യം രാജുവിൻ്റെ ആദ്യത്തെ വെഞ്ചറിൽ ഞാൻ ഭാഗമായി എന്ന് എനിക്ക് പറയാമല്ലോ, ആ ഒരു സന്തോഷം. അപ്പോൾ രാജു പറഞ്ഞു, ശരി നോക്കട്ടെ ഏട്ടാ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾ ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു വേഷമുണ്ട്, 2-3 സീനേ കാണുള്ളൂ, 4-5 ദിവസം വർക്കേ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മിനിസ്റ്റർ പീതാംബരൻ്റെ കോസ്റ്റ്യൂമിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ആ സിനിമ ചെയ്ത് റിലീസായപ്പോഴാണ് പീതാംബരൻ എന്ന് പറഞ്ഞ കഥാപാത്രം തീർച്ചയായിട്ടും അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണെന്നും അത് സിനിമയിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതും മനസ്സിലാക്കുന്നതും സന്തോഷിക്കുന്നതും ഒക്കെ അപ്പോഴാണ്. ഇപ്പോൾ ആ സിനിമയുടെ 2ാം ഭാഗം വരികയാണ്. ലൂസിഫറിനെക്കാട്ടിലും കുറച്ചുകൂടെ കുറച്ചുകൂടെ വലിയ സ്കെയിലിൽ വരുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. IUF എന്ന് പറഞ്ഞ പാർട്ടിയുടെ പാർട്ടിയോട് ഏറ്റവും കൂറും സ്നേഹവും പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് മിനിസ്റ്റർ പീതാംബരൻ. വീണ്ടും പീതാംബരൻ്റെ വേഷമണിഞ്ഞ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ സിനിമ കാണാൻ നിങ്ങളെല്ലാവരും എത്രമാത്രം എക്സൈറ്റഡ് ആയിരിക്കണോ അതുപോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. മാർച്ച് 27-ാം തീയതി എമ്പുരാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഒപ്പം മിനിസ്റ്റർ പീതാംബരനും നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും ഈ പടം ഒരു വൻ വിജയമാകും എന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. I wish Empuran a great success. Thank you.